നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം നമ്മളെ ഈ ദിവസങ്ങളിൽ വഴി നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ബോൾഡ്നെസ്, ഇൻടാക്ട്, നമ്മൾ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ അനേക കോശങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടവരാണ്. നമ്മുടെ ഫൈബേഴ്സ് കോടാനുകോടിയാണ്. സ്തോത്രം. നമുക്കറിയാം ജീനോം കോഡ്, DNA ഒക്കെ അതിൻ്റെ ഇന്നോവേഷൻ ഉണ്ടായതിനു ശേഷം നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓരോ DNAയിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഏറ്റവും ചെറിയ മൈക്രോ കോശത്തിലും നമ്മുടെ പൂർണ്ണ പേഴ്സണാലിറ്റി, നമ്മുടെ രൂപം, നിറം, നമ്മളുടെ ബ്ലഡ്, എല്ലാ ഇൻഫർമേഷനും നമ്മുടെ DNA-യിൽ കോഡിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ഏറ്റവും ചെറിയ ഒരു കോശം എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളെപ്പോലെയുള്ള മറ്റൊരാളെ ഉളവാക്കാൻ കഴിയും എന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നു. തിയററ്റിക്കലി പ്രൂവ്ഡ് ആയിട്ടില്ല, എന്നാൽ അവർ അതിനു വേണ്ടി നീക്കുന്നു. അതായത് നമ്മുടെ മോൾ പേഴ്സണാലിറ്റി നമ്മുടെ ഒരു DNA-യിലുണ്ട്. നമ്മുടെ ഓരോ കോശങ്ങളിലും നമ്മളുണ്ട്. സ്തോത്രം. നമ്മുടെ ഓരോ കോശങ്ങളിലും നമ്മുടെ ലൈഫ് കോഡ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനെന്ന് പറയാൻ പോകുന്നത് അതിനേക്കാളുപരി ഈ കോശങ്ങളെ ഇൻടാക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബലത്തിലാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. നമ്മളെ നിർത്തിയിരിക്കുന്നത് ബോണല്ല, നമ്മളെ നിർത്തിയിരിക്കുന്നത് മസിൽസ് അല്ല, നമ്മളെ നിർത്തിയിരിക്കുന്നത് കോശങ്ങളല്ല, നമ്മളെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ചർമ്മങ്ങളല്ല, നമ്മളെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് സൃഷ്ടിക്കുവാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് നിർമ്മിക്കുവാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിനെ പോറ്റി പുലർത്തുവാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദൈവം തൻ്റെ വചനത്താൽ നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. ആണ് എന്ന നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പിതൃത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പ്രൈസ് ഗാഡ്. ദൈവത്തിൽ നാം ഒരു പിതാവിനെ കാണുന്നു. ദൈവത്തിൽ നാം ഒരു പിതാവിനെ കാണുന്നതിനാൽ നമ്മൾക്ക് പിതൃസ്നേഹവും പിതൃവാത്സല്യവും ലഭിക്കുന്നതിനാൽ നമ്മൾ സ്വസ്ഥതയോടെ ജീവിക്കുന്നു. സ്തോത്രം. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു കൊളോക്കിയൽ ചൊല്ലുണ്ട്, അപ്പനും അമ്മയും കൂട്ടി വളർത്തപ്പെടാത്ത കുട്ടിയാണത്. അല്ലെങ്കിൽ അപ്പനും അമ്മയും ചേർന്ന് വളർത്തിയെങ്കിലേ മക്കളുടെ ജീവിതം ശരിയാവും. എത്ര അന്വർത്ഥമാണത്. വെറും ഒരു കൊളോക്കൽ, ഒരു പ്രൊവേർബ്സ് ഓഫ് ഫ്രൈസോ ഒന്നുമല്ല. ലോകത്തിലെമ്പാടും നടക്കുന്ന സകല മ്ലേച്ഛതകളും എടുത്തു പഠിച്ചാൽ അത് ചെയ്യുന്നതാണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു 90% അപ്പനും അമ്മയും ചേർന്ന് വളർത്തിയതല്ല. അല്ലെങ്കിൽ അപ്പനും അമ്മയും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കടമകൾ നിറവേറ്റിയതല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒന്നിൽ അപ്പൻ മരിച്ചുപോയി കാണും, അമ്മ മരിച്ചുപോയി കാണും. അല്ലെങ്കിൽ അപ്പൻ ഉത്തരവാദിത്തത്തിൽ നിന്നില്ല. അപ്പൻ കള്ളുകൂടിയനോ അധാർമികനോ ഒക്കെ ആയിപ്പോയി. അപ്പൻ സ്നേഹിച്ചില്ല, വാത്സല്യം കൊടുത്തില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും അധികം കുലപാതകങ്ങൾ, മോഷണങ്ങൾ, കള്ളം പറയുന്നവർ, ഡ്രഗ് അഡിക്ട്സ്, അഡൾട്ടറസ് ഒക്കെ ആകുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്, അങ്ങനെയുള്ളവരുടെ മക്കളാണ്. അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള മർഡറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നല്ലൊരു അപ്പനാൽ വളർത്തപ്പെട്ട കുഞ്ഞല്ല അവൻ, നല്ലൊരു അമ്മയാൽ അപ്പനാൽ വളർത്തപ്പെട്ട കുഞ്ഞല്ല അവൾ എന്നാണ് പോലീസിന് ബോധ്യം വരുന്നത്. ഇത് ബൈബിൾ പറയുന്നത് മാത്രമല്ല, ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്താണ്. ഇത് ലേറ്റസ്റ്റ് സർവേ ആണ്. എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അപ്പന് വലിയ സ്ഥാനമുണ്ട്. ആമേൻ. ഒരപ്പൻ്റെ സുരക്ഷിതത്തിൽ വളർന്നു വരുന്ന ഒരു ആൺപൈതൽ, ഒരു പെൺപൈതൽ, അവളെപ്പോഴും സുരക്ഷിത ബോധമുള്ളവളായിരിക്കും.
സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ അപ്പനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ അപ്പൻ്റെ നല്ല ഗുണങ്ങളെ ഈ സമയത്തൊന്ന് പിക്ക് ചെയ്ത് അപ്പനെ ഒന്ന് സ്മരിക്കുന്നത് നല്ലതാണ്. അപ്പൻ ജീവിച്ചിരിക്കുന്ന പക്ഷം അപ്പനൊരു കോള് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൻ എന്ന വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെട്ട ഇടർവുകളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നിങ്ങളുടെ മരിച്ചുപോയ അപ്പനായി, ജീവനോടെ ഇരിക്കുന്ന അപ്പനായി, വേണ്ട പോലെ സാനിറ്റി ഇല്ലാതെ ഒരുപക്ഷെ മനസ്സിൽ സുബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. എന്നാലും ഒന്ന് നന്ദി പറഞ്ഞേ. നിന്നെ ജനിപ്പിക്കുക മാത്രമല്ല, നിനക്ക് വേണ്ടി വിയർത്ത, നിനക്ക് വേണ്ടി അധ്വാനിച്ച, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിറവേറേണ്ടതിന് തൻ്റെ ഇഷ്ടം മാറ്റിവെച്ച ഒരു നല്ല വ്യക്തിത്വമായി നിൽക്കുന്നതിൻ്റെ അപ്പനെ കാണാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി അങ്ങനെ ഒരു അപ്പൻ നിനക്കില്ലെന്നിരിക്കട്ടെ. എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു, എൻ്റെ അപ്പൻ വ്യഭിചാരിയായിരുന്നു, എൻ്റെ അപ്പൻ വീട് നോക്കത്തവനായിരുന്നു, എൻ്റെ അപ്പൻ അധ്വാനിയായിരുന്നു എന്നാണ് നീ പറയുന്നതെങ്കിൽ, ഇതാ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു യഥാർത്ഥ പിതാവുണ്ട്, ഒരു നല്ല അപ്പനുണ്ട്. ആ അപ്പൻ്റെ സ്നേഹം മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിലെ നിന്റെ അപ്പൻ്റെ സകല തിന്മകളും നീ മറന്നുപോകും. കാരണം ആ അപ്പനാണ് നിന്നെ സ്നേഹിച്ചത്. സ്തോത്രം സ്തോത്രം. പലപ്പോഴും നമ്മൾ യേശു കർത്താവിനെ വാഴ്ത്തി വാഴ്ത്തി പിതാവിനെ മറന്നു പോകാറുണ്ട്. വസ്തുത യേശുവിനെ വാഴ്ത്തിയാൽ പിതാവിന് അതിൻ്റെ ഒരു പ്രശ്നവുമില്ല, പിതാവാണ് വാഴ്ത്തപ്പെടുന്നത്. എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ പിതൃസ്നേഹമുള്ള നിങ്ങൾ പാട്ടുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബുക്കുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലേഖനങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, നിങ്ങളോടിപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ആഴ്ച പോയി അടുത്ത ആഴ്ച റിസർച്ച് ചെയ്ത് പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. കാരണം കമ്പ്യൂട്ടറുണ്ട്, ChatGPT ഉണ്ട്, AI ഉള്ളതുകൊണ്ട് ഇത് ഈസിയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തിക്കളഞ്ഞ്. ഇത് നീ തന്നെ വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് ഗ്യാരൻറ്റിയോട് പറയുന്നു, നീ ഏറ്റവും കുറവ് എഴുതുന്നത് പിതാവാം ദൈവത്തെക്കുറിച്ചായിരിക്കും. സ്തോത്രം. കാരണം എന്താ? പിതാവാം ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, പിതാവാം ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല, പിതാവാം ദൈവത്തെക്കുറിച്ച് വേണ്ട പോലെ ഗ്രഹിക്കുന്നില്ല. നോക്കൂ, ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും കാണാൻ അറിയുന്ന വാക്യമാണ് അത്. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രൻ. അപ്പം ആരായി താൻ? പിതാവ്. അവിടെ എഴുതിയിട്ടില്ല, പിതാവ് എന്ന പൊസിഷൻ അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പുത്രനുള്ളവനാണ് പിതാവ്. തൻ്റെ ഏകജാതൻ, തനിക്ക് അവനേ ഉള്ളൂ. ആ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മളെ സ്നേഹിച്ചു. ആര് സ്നേഹിച്ചു? സുവിശേഷം പിതൃസ്നേഹമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാനതുകൊണ്ടാണ് പറഞ്ഞ്, പലപ്പോഴും പിതാവ് തന്നെ മറച്ചു വെച്ച് പുത്രനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിനാൽ പിതാവിനെ നമ്മൾ കാണാതെ പോകരുത്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് പിതൃസ്നേഹമാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് നാം എങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? അവൻ എന്നെ സ്നേഹിച്ചു എന്നറിയുന്നതിനാൽ. ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ ആരായി? അവൻ പിതാവ്. പിതാവാം ദൈവം പൂർവകാല നിത്യതയിൽ എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞു, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപയോ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നിറവോ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച തേജസ്സോ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച രക്ഷയോ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സ്നേഹമോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് റൂട്ട് ഭാഷയിൽ പഠിച്ചാൽ അത് എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നമ്മുടെ മേൽ സ്നേഹം അധികമായി പകർന്നു. കൃപ, ആ കൃപമേൽ കൃപ. വെറും കൃപയല്ല, അല്പം കൃപയല്ല, ഇമ്മെഷറബിൾ ഗ്രേസ്. ഇമ്മെഷറബിൾ, എണ്ണിക്കൂടാത്ത സ്നേഹം, അളവ് കൂടാത്ത സ്നേഹത്താൽ അവൻ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അവൻ്റെ ദയ അളവ് കൂടാതെയാണ്, അവൻ്റെ കരുണ അളവ് കൂടാതെയാണ്, അവൻ്റെ ക്ഷമ അളവ് കൂടാതെയാണ്, അവൻ്റെ കൃപ അളവ് കൂടാതെയാണ്, അവൻ്റെ നിറവ് അളവ് കൂടാതെയാണ്. അവൻ നമുക്ക് നൽകിയതൊക്കെയും അളന്നല്ല തന്നത്, അളവ് കൂടാതെ.
ഗ്ലോറി. അതുകൊണ്ട് നീ അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിനെ വാഴ്ത്തിയാലും യേശുവിനെ വാഴ്ത്തിയാലും ഈ വാഴ്വെല്ലാം അൾട്ടിമേറ്റ്ലി പോകുന്ന പിതാവിനാണ്. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ നാം അവനെ സ്തുതിക്കുമ്പോൾ മറന്നു പോകരുത്, നമുക്കൊരു നിത്യപിതാവുണ്ട്. ഈ ലോകത്തിലെ പിതാവ് ഇന്നല്ലെങ്കിൽ നാളെ മരണത്താൽ മാറ്റപ്പെടും. എന്നാൽ അവൻ മരണമില്ലാത്തവനും നിത്യനും ഏകനും സത്യനുമാണ്. അവൻ മാത്രമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. Praise God, praise God, praise God. ഒരു നല്ല ഹല്ലേലൂയ. അത്ഭുതം കർത്താവിനെ സ്തുതിച്ചേ. അത്ഭുതം പിതാവാം ദൈവത്തിൻ്റെ ആ ഓഫീസ്, പിതാവാം ദൈവത്തിൻ്റെ ആ പൊസിഷനെ, പിതാവാം ദൈവത്തിൻ്റെ ആ കർത്തൃത്വത്തെ, പിതാവാം ദൈവത്തിൻ്റെ അധികാരത്തെ, പിതാവാം ദൈവം നമുക്കുണ്ടെന്നുള്ള ആ ബോധ്യത്തെ ഒരു അനുഗ്രഹമായി, ഒരു ആശീർവാദമായി കണ്ട് സ്തുതിച്ചേ. ഒരുത്തരം നിന്റെ വീട് അതിക്രമിച്ച കാര്യത്തിൽ അവിടെ ഒരു പിതാവ്, ഒരു പുരുഷൻ പിതാവായി ഉള്ളിടത്തോളം കാലം അവൻ തകരാതെ നീ തകരപ്പെടത്തില്ല, അവൻ തോൽക്കാതെ നീ തോൽക്കത്തില്ല, അവന് മുറിവേൽക്കാതെ നിനക്ക് മുറിവേൽക്കത്തില്ല. അവൻ പിതൃ പൊസിഷനിൽ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ഒരു രോമത്തിനു പോലും ഒരു ദോഷമേൽക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ഗ്ലോറി, 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 ഗ്ലോറി. നമ്മൾ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ പിതൃ വെളിപ്പാടുകൾ കാണുന്നുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു പിതാവാണ് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം പിതാവ് ദൈവത്തെ അനുസരിച്ചു. തേജോമയനായ ദൈവം അവൻ പാർത്ത മെസപ്പൊട്ടോമിയയിൽ വെച്ച് കൽദയരുടെ പട്ടണമായ ഊരിൽ വെച്ച് തന്നെ വെളിപ്പെട്ടു. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികളുടെ ഇടയിൽ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഹിപ്പോപൊട്ടോമോസ്. പൊട്ടോമോസ് എന്ന് പറഞ്ഞാൽ നദി, വെള്ളമുള്ളിടത്ത് അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഹിപ്പോപൊട്ടാമസ്. എന്നതുപോലെ മെസപ്പൊട്ടോമിയ കൽദയ പട്ടണം ഇരിക്കുന്നത് എവിടെയാണ്? യുഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും നടുവിലാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖ്, ഇറാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറാഖിയാണ് അബ്രഹാം. ഇന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമാണ്. സത്യം പറഞ്ഞാൽ കുടുംബം തമ്മിലുള്ള യുദ്ധമാണ്. ചേട്ടനും അനിയനും തമ്മിലുള്ള യുദ്ധമാണ്. അത് അവിടുന്ന് മനസ്സിലാക്കിയാൽ തീരാനുള്ള കേസേ ഉള്ളൂ. അബ്രഹാം ഇറങ്ങി തിരിച്ചത് അവിടുന്നാണ്. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. അബ്രഹാം ബിസിനസ്സുകാരനായിരുന്നു. അബ്രഹാമിന് ഫാക്ടറി ഉണ്ടായിരുന്നു. വെറും ഫാക്ടറി അല്ല, ദൈവങ്ങളുടെ ബിസിനസ് ചെയ്യേണ്ടതിന് ദൈവങ്ങളെ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരുന്നു. സ്തോത്രം, ആമേൻ. അബ്രഹാമിൻ്റെ കഥ വേറെ രസം. പക്ഷെ അത് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തീം മാറിപ്പോവും. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിന് കാര്യം മനസ്സിലായി. അവൻ സകല സമ്പന്നതയും സകല ധനവും അവിടെ വിട്ടേച്ച്, മെസപ്പൊത്തോമിയയുടെ ധനം വിട്ടേച്ച് അവൻ പിതൃധനത്തിലേക്ക് നടന്നു നീങ്ങി. അവൻ കനാനിലെത്തി. കർത്താവിനോട് ഇങ്ങനെ വ്യത്യസ്തമായി വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. അനേക സംഭവങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഒരു രാജാവിനെ പോലെ, പ്രവാചകനെ പോലെ, പുരോഹിതനെ പോലെ, പ്രഭുവിനെ പോലെ അനാഖ്യമല്ലന്മാരുടെ ഇടയിൽ താമസിക്കുകയാണ്. ഒരുവനും ഒരു ചെറു വിരൽ പോലും അവൻ്റെ നേരെ അനക്കിയില്ല. ഇച്ചിപ്പോ എന്നൊക്കെ നമ്മുടെ പറഞ്ഞില്ല. അങ്ങനെ പോലെ ഒരുത്തൻ എന്നെ പറഞ്ഞില്ലെന്നൊക്കെ നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് പോലെ ഒരുത്തനും അനങ്ങിയില്ല. സ്തോത്രം. ഗോലിയാത്തിൻ്റെയൊക്കെ അതെ 10 മടങ്ങ് ഉയരമുള്ള അനാക്കിൻ്റെ പുത്രന്മാർ താമസിച്ചിടത്താണ് അബ്രഹാം പ്രവാചകനായി ജീവിച്ചത്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമേൻ. ആരോ കഴിഞ്ഞ ദിവസം കമ്പയർ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ പിണറായി പോകുമ്പോൾ 10 കാറ് പോകുമെന്നോ 10-20 എസ്കോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കേട്ടു. പക്ഷെ ഒരു ദേവദാസൻ പറഞ്ഞു കേട്ടു, എടാ പിണറായിക്ക് വരെ 10-12 കാറേ ഉള്ളൂ, അബ്രഹാമിന് 318 അഭ്യാസികളാണ് എസ്കോട്ട് നിൽക്കുക. Z കാറ്റഗറി 318 നിൽക്കുക. ഈ യുവന്മാരുടെ നടുക്കൂടെ അബ്രഹാം പോകുന്നത്. ആരെങ്കിലും തൊടുമോ? ഒരു അനാഖ്യ മലനും അനങ്ങാൻ കഴിഞ്ഞില്ല, ഭയപ്പെട്ടു പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ കുറേ നാൾ അബ്രഹാം ദൈവശബ്ദം കേൾക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവശബ്ദമുണ്ടായി, അബ്രഹാമേ, അബ്രഹാമേ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വളരെ ഫേമസ് ആയ അധ്യായമാണ്. നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ
നടുവിൽ അപ്പോസ്തലൻ 5-ാമത്തെ വാക്യത്തിൽ കൊണ്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അതുതന്നെ അപ്പോസ്തലൻ 1-ാം ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിപ്പീൻ, നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, പരിശോധിപ്പീൻ. അപ്പോൾ പരീക്ഷയില്ല എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. ദൈവത്താൽ നാം നമ്മളെ തന്നെ പരീക്ഷിക്കണം, ദൈവത്താൽ നാം നമ്മളെ തന്നെ ശോധന ചെയ്യണം, ദൈവത്താൽ നാം നമ്മളെ തന്നെ ന്യായം വിധിച്ചിട്ട് കൊള്ളരുതാത്തവരല്ല എന്ന് നാം നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് മറ്റൊരാളുടെ പരിപാടിയല്ല, അപ്പൻ്റെയോ അമ്മയുടെ പരിപാടിയല്ല, ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെ പരിപാടിയല്ല, പാസ്റ്ററിൻ്റെയോ മറ്റ് ചർച്ച് ഹെഡ്സിൻ്റെയോ പരിപാടിയല്ല. നിൻ്റെ പരിപാടിയാണ്. നീ പ്രാപിച്ച ദൈവാത്മാവിനാൽ, നീ വായിക്കുന്ന ദൈവവചനത്താൽ നീ നിന്നെ തന്നെ കമ്പയർ ചെയ്യണം. എന്തെങ്കിലും നിനക്കൊരു വ്യക്തിത്വം കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ യേശുവാവുണ്ട്, ക്രിസ്തുവുണ്ട്. യേശു ക്രിസ്തുവുമായി നീ നിന്നെ തന്നെ കമ്പയർ ചെയ്ത് കൊള്ളാകുന്നവനോ കൊള്ളരുതാത്തവനോ എന്നറിയണം. സ്തോത്രം. ഇത് പഴയ നിയമമാണല്ലോ. ദൈവം അബ്രാഹാമിനെ പരീക്ഷിച്ചു. 22:1 മുതൽ വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 22:1 മുതൽ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ഒരു ജൂയിഷ് റബായുടെ, ജോഷുവ ബിൻ ഗോർഡൻ എന്നറിയപ്പെടുന്ന പേരുള്ള ഒരു റബായുടെ പഠനത്തിലാണ് ഞാനത് ഡെയിലി അതിൽ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നു, ബീയിങ് എ ജൂ, ഒരു യഹൂദനായിരിക്കെ, നോക്കൂ, ഇവിടെ അബ്രാമേ എന്ന് വിളിച്ചപ്പോൾ തന്നെ യെസ് എന്ന് താൻ പറയുകയാണ്. അത്രയ്ക്ക് റെഡിയാണ്. ദൈവശബ്ദം കേൾപ്പാനും അനുസരിപ്പാനും പുള്ളി അത്രയ്ക്ക് ശരിയാണ്. എന്നാൽ ദൈവം എന്താ ചോദിച്ചത്? അബ്രാമേ, നിന്റെ മകനെ ഞാൻ കാണിക്കുന്നത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കുക. അബ്രാമിന് ഒരു സംശയമില്ല. അബ്രാം പറഞ്ഞ അതിനെന്താ? പക്ഷെ അബ്രാമിന്റെ മനസ്സിൽ ആരായിരുന്നു അറിയാമോ? ഇസ്മായേലായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം കൂടെ അകത്തോട്ട് കയറി, നിന്റെ മകനെ, നിന്റെ ഏകജാതൻ. വാസ്തവത്തിൽ ഇസ്മായേൽ ഏകജാതനാ. ഇസ്ഹാക്ക് ജനിക്കും മുമ്പ് ജനിച്ചവനാണ് ഇസ്മായേൽ. അപ്പോൾ പറഞ്ഞു, ഓക്കെ, നോ വറീസ്, നോ പ്രോബ്ലം, ഐ ക്യാൻ ഡു ദാറ്റ്. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നോ വറീസ്. കർത്താവേ, അതിനെന്താ? ഞാൻ രണ്ടുപേരും ഒരുപോലെ. കർത്താവ് വിടുവോ? ആമേൻ. നമ്മുടെ ഹൃദയത്തെയും വിചാരത്തെയും വചനം വേർതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വചനം അയക്കുന്ന ദൈവത്തിന് അറിയത്തില്ലേ നമ്മുടെ പ്രശ്നം അറിയത്തില്ലേ? നമ്മൾ എവിടം വരെ അഭിനയിക്കും? എല്ലാ മനുഷ്യരുടെ മുമ്പ് നമുക്ക് അഭിനയിക്കാൻ കഴിയും. ദൈവം മുമ്പ് കഴിയുമോ? കർത്താവ് നോക്ക്, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നിന്റെ ഏകജാതനായ നിന്റെ മകനെ വിട്ടില്ല ദൈവം. അടുത്തതും കൂടെ പറഞ്ഞു, ഇസ്ഹാക്കിനെ തന്നെ. ആമേൻ. സ്തോത്രം. ഇതാരാ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും അധികം സ്നേഹമുള്ള ദൈവമാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? ലോകത്തിലേറ്റവും വിശ്വസ്തനും സ്നേഹമുള്ളവനുമായ ഒരു പിതാവിനോടാണ് പറയുന്നത്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവനെ എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന മോറിയ ദേശത്ത് കൊണ്ടുപോയി അവനെ ഹോമയാഗം, ബണ്ട് ഓഫറിങ് എന്ന് പറഞ്ഞാൽ രോമമാകട്ടെ, അവയവമാകട്ടെ, കോശമാകട്ടെ, മസിലാകട്ടെ, അസ്ഥി പോലും മാറ്റപ്പെടാത്ത നിലയിൽ മുഴുവൻ കത്തിച്ചേക്കണം. വാസ്തവത്തിൽ ഈ ഹോമയാഗം എന്ന് പറയുന്നത് അക്കാലത്ത് കനാന്യരുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരുന്നൊരു യാഗമാണ്. അവർ വിശ്വസിക്കുന്ന അവരുടെ പ്രാദേശിക ദേവന് മൃഗങ്ങളെ മാത്രമല്ല, പക്ഷികളെയും അവരുടെ വസ്തുവകളെയും മാത്രമല്ല, അവരുടെ മക്കളെ, വിശേഷാൽ അവരേറ്റവും അധികം സ്നേഹിക്കുന്ന ആദ്യജാതന്മാരെ അർപ്പിച്ചിരുന്നൊരു കാലമാണ്. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന് ഇതിനകത്ത് ഒരു അപൂർവ കാര്യം തോന്നുന്നില്ല. കാരണം അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്, ചുറ്റും കനാന്യർ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അബ്രഹാം സമ്പൂർണമായും വിശ്വസിച്ചു, ഇത് ഇസ്ഹാക്കിനെ ദൈവമുമ്പാകെ അർപ്പിക്കേണ്ട ഒരു കൽപ്പനയാണ്. പക്ഷെ ലുക്ക് അറ്റ് ഹിം,
അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ്. അപ്പൊ അർത്ഥം രാത്രിയിലായിരിക്കും ഈ ദൂത് കിട്ടിയത്. സ്തോത്രം. സന്ധ്യയിലായിരിക്കും ഈ ദൂത് കിട്ടിയത്. ഒരുപക്ഷെ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോഴായിരിക്കും ദൂത് കിട്ടിയത്. അങ്ങനെയൊക്കെ ചില വിഷയം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ട, എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ട, അത് ദർശനമാണ്, അത് സംഭവിക്കുന്നത് വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും കൊള്ളാം, അടുത്ത സൂര്യൻ തൻ്റെ മേൽ ഉദിക്കും മുമ്പ് താൻ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാവുകയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. സ്വർഗത്തിലെ അപ്പൻ സ്നേഹിക്കുന്നവനാണെന്നും അവൻ അറിയുന്നത് പോലെ എനിക്ക് കാര്യം അറിയത്തില്ലെന്നും നീ ഗ്രഹിച്ചാൽ അവൻ്റെ കൽപ്പനകൾ നീ ബ്ലൈൻഡായിട്ട് അനുസരിക്കും. പലപ്പോഴും പ്രശ്നം എന്തുവാ? അവിടെ നിന്ന് അദ്ദേഹം പറയും, നമ്മളത് കേൾക്കും, നമ്മൾ വീട്ടിൽ പോയൊന്ന് ആലോചിക്കും. പിന്നെ അക്കൂട്ടത്തിൽ നമ്മൾ അപ്പനെയോ അമ്മയോ നമ്മുടെ ചേട്ടനെയോ ചേട്ടത്തിയോ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കൂടി ചേർത്തൊന്ന് ആലോചിക്കും. കുഞ്ഞ്, അവരിത് കേട്ടോ? അവർ ഈ ശബ്ദം കേട്ടോ? ഇല്ല, അവർ ഇടി മിന്നുന്നത് പോലെ, ഇടി മുഴങ്ങുന്നത് പോലെ കേട്ടത്, അല്ലേ? അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ശൗലിനെ വേർതിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ശബ്ദമേ കേട്ടുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കാതിൽ വ്യക്തമായി കൃത്യമായി കേട്ടത് നീയാ. അതുകൊണ്ട് നീ ദൈവശബ്ദം കേട്ടിട്ട് അതിന്മേലൊരു അമെൻഡ്മെന്റ് വരുത്തുവാൻ മനുഷ്യരോട് ചോദിക്കരുത്. ഗ്ലോറി, 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 ഗ്ലോറി. പലപ്പോഴും ദൈവസഭ ദേവദാസിൻ്റെ അടുക്കൽ വരും, പക്ഷേ ഞാനൊരു സ്വപ്നം കണ്ടൊന്ന് വ്യാഖ്യാനിക്കാമോ? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നല്ല സ്വപ്നമാണെങ്കിൽ ഒറ്റ ഒന്നും വരത്തില്ല. ഒട്ടും മനസ്സിലാകാത്തതും ദോഷമെന്ന് തോന്നുമായ സ്വപ്നമാണെങ്കിലേ വരത്തുള്ളൂ. സ്തോത്രം. നിങ്ങളിപ്പോൾ എന്നെ നോക്കിയിട്ട് ഞാനിതെങ്ങനെ അറിഞ്ഞെന്നാ, അല്ലേ? ഞാനിത് വാസ്റ്റോട് പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം. സ്വർണം കിട്ടുന്നതോ സ്റ്റെർലിംഗ് കിട്ടുന്നതോ ഗ്ലോറി ആണെങ്കിൽ ഒരിക്കലും പാസ്റ്റോടൊന്നും പറയത്തില്ല. എന്നാൽ പോയ വഴിക്ക് ബ്ലാവ് എന്നൊരു ചക്ക തല വീണു, കൂഞ്ഞി മാത്രം ശേഷിച്ചു, ബാക്കിയെല്ലാം തലയിലുണ്ടെന്ന് ഒരു സ്വപ്നം കണ്ട ഉടനെ പാസ്റ്റോടൊന്ന് ചോദിക്കും. ഗ്ലോറി. ചോദിക്കരുത്. പാസ്റ്ററോട് പോലും ചോദിക്കേണ്ട കാര്യമില്ല. സ്വപ്നം കണ്ടത് നീയല്ലേ? നിന്റെ ഹൃദയത്തിൽ വ്യാഖ്യാനം കർത്താവ് തരുമെന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആഴമേറിയ അനുസരണത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ടാൽ, ദർശനങ്ങൾ കണ്ടാൽ, ശബ്ദം കേട്ടാൽ അകത്ത് ദൈവാത്മാവുണ്ട്, അവനിൽ ദൈവ കൃപയുണ്ട്. അവനോട് പറഞ്ഞവനത് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. അവന് മനസ്സിലാകുന്ന തന്നെയാണതിൻ്റെ അർത്ഥം. അതിരാവിലെ എഴുന്നേറ്റു. അടുത്തത്. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ഇനി അതെല്ലാം വിട്ട് ആ യഹോവയിരെയൊക്കെ വിട്ട് അബ്രഹാം ബാലനെ അതിൽ കിടത്തി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ചേ. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി. അബ്രഹാം ആക്ച്വലി ബേർഷേബയിൽ നിന്ന്, അല്ലെങ്കിൽ ഹെബ്രോനിൽ നിന്ന്, ബേർഷേബയും ഹെബ്രോനിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഹെബ്രോനിൽ നിന്ന് യെരൂശലേം വരെ നടന്നു. 3 ദിവസത്തെ വഴി ദൂരം നടന്നതിന് ശേഷമാണ് ഈ മല പോലും കാണുന്നത്. അങ്ങനെ ഒരു വാക്യമുണ്ട് അവിടെ തൊട്ട് മുമ്പ്. ഓക്കെ. അപ്പം വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് വിയർത്താണ് ഈ ദൈവകൽപ്പന അനുസരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ഇറങ്ങിയതിനാൽ ബാല്യക്കാരും കഴുതകളും ഒക്കെയുണ്ട്. മകനെ കൂട്ടിയിട്ടുണ്ട്, ഇസ്മായിലിനെ കൂട്ടിയിട്ടില്ല. ഗ്ലോറി. സാറായിയെ കൂട്ടിയിട്ടില്ല. തനിക്ക് തടസ്സമുണ്ടെന്ന് തോന്നുന്ന ഒന്നിനെയും കൂട്ടിയിട്ടില്ല. എന്നാൽ ഈ വിറക്, ഒരു മനുഷ്യനെ കത്തിക്കാനുള്ള വിറക് വേണം. അതിനാൽ ബാല്യക്കാരെയും കഴുതയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ആഹാരം വേണം പോകുന്ന വഴിക്ക്. സ്തോത്രം. എന്നാൽ ഈ മോറിയ മലയുടെ കീഴെ എത്തിയപ്പോൾ, മേ ബി നിയറിങ് ടു ജെറുസലേം എത്തിയപ്പോൾ, വായിച്ചേ. ദഹനക്രിയ, ഈ ശവസംസ്കാരത്തിൽ ദഹിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് പോയി കാണണം. എന്തോരം വിറകാന്നറിയോ? ഒരു കാലോട് വിറക് വേണം ഒരു മനുഷ്യനെ ദഹിപ്പിക്കാൻ. സ്തോത്രം. അപ്പോൾ ഈ വിറക് മുഴുവനും ചുമ്മിക്കൊണ്ട് പോകുന്ന ഇസ്ഹാക്ക് ബാല്യക്കാരനല്ല, കൗമാരക്കാരനല്ല. അവന് 37 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ.
അപ്പം 37 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ യാഗപീഠമുണ്ടാക്കി വിറകടക്കി അതിന്മേൽ കിടത്തണമെങ്കിൽ 137 വയസ്സ് പ്രായമുള്ള അബ്രഹാം പിതാവിന് കഴിയത്തില്ല. ഒരു സ്വന്തം പറഞ്ഞേ, അബ്രഹാം പിതാവിന് 137 വയസ്സായ സമയത്ത് 3-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്ക് ഉണ്ടായത്. അബ്രഹാം വയോധികനാണ്, തൻ്റെ ശക്തിയെല്ലാം ചോർന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ സ്വമേധയാ സമ്മതമില്ലാതെ അബ്രഹാമിന് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം ചെയ്തേ. അപ്പം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു മകനാണ് ഇസ്ഹാക്ക്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യമായ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ എന്ന് പറയുന്നിടത്ത് ഇസ്ഹാക്കിന് പ്രതിപുരുഷനായി നിൽക്കുന്ന യേശു കർത്താവിൻ്റെ ഒരു സമ്മതം കൂടെയുണ്ട്. സ്തോത്രം. പിതാവിൻ്റെ നിർബന്ധ ബുദ്ധിയല്ല, യേശു കർത്താവിൻ്റെ സമ്മതം കൂടെ ആ കാര്യത്തിലുണ്ട്. നല്ല ഹല്ലേലൂയ പറഞ്ഞു. യേശു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, ഞാൻ അതിനായിട്ട് വന്നിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മുഴുവനും എൻ്റെ ശരീരത്തിൽ നിറവേറേണ്ടതിന് നീ എനിക്കൊരു ശരീരം നൽകിയിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ ഇസ്ഹാക്ക് നിശ്ചയമായിട്ട് കയറി കിടന്നു കാണും. അബ്രഹാം ഈ കത്തി കൊണ്ട് അറുക്കുമ്പോൾ ഇവൻ പടച്ച് താഴെ പോകാതിരിക്കേണ്ടതിനോ കത്തിയെ ഇവൻ തടയാതെ ഇരിക്കേണ്ടതിന് കൈകളും കാലുകളും കെട്ടിക്കാണും. സ്തോത്രം. ആമേൻ. ഒരുപക്ഷെ കണ്ണിൽ നോക്കാനുള്ള പ്രയാസം കൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനെ കമഴ്ത്തിയായിരിക്കാം കിടത്തിയിരിക്കുന്നത്, കൈകൾ പുറകിൽ വെച്ചായിരിക്കാം പിണഞ്ഞ് കെട്ടിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇസ്ഹാക്കിൻ്റെ തലത്തിൽ നിന്ന് യാഗം കഴിഞ്ഞു. അബ്രഹാം ഇനി കത്തിയെടുത്ത് കഴുത്തിലൊന്ന് വെക്കുക മാത്രമേ വേണ്ടൂ. അത് നിശ്ചയമായിട്ടും ഇസ്ഹാക്കിൻ്റെ ഉടലിൽ നിന്ന് മാറിപ്പോവും. നമുക്കറിയാം, ഈ അറബ് നാടുകളിൽ ശിക്ഷ നടത്തുമ്പോൾ കഴുത്ത് കണ്ടിക്കുന്ന പല വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേരുടെ നിന്ന് കാണരുത് കേട്ടോ. സ്തോത്രം. ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. മിക്ക സ്ഥലത്തും ഈ ആടിനെയും ഒട്ടകത്തെ കണ്ടിക്കുന്ന വലിയൊരു കത്തി, ഭാരമുള്ളൊരു കത്തി എടുത്ത് ചുമ്മാ അങ്ങ് വെക്കുക. ആ കത്തിയുടെ ഭാരം കൊണ്ട് തന്നെ കഴുത്ത് കണ്ടിച്ചു പോകും. അല്ലാതെ അവിടെ ഒരു സ്പീഡിൻ്റെയോ ഒരു ശക്തിയുടെയോ ആവശ്യമില്ല. മിക്ക 2 എഡ്ജ് സോഡും, കഴുത്ത് കണ്ടിക്കുന്ന സോഡും അത്രയ്ക്ക് ഷാർപ്പാണ്. ചുമ്മാ അതൊന്ന് വെച്ചാൽ മതി. സ്തോത്രം. അബ്രഹാമിൻ്റെ ഇരുന്നത് പേനാക്കത്തിയാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം ടെക്നോളജി വർദ്ധിക്കുമ്പോഴാണ് പേനാക്കത്തി വന്നത്. ഇത് വലിയ വാളായിരിക്കാം. സ്തോത്രം. അത് അബ്രഹാം പൊക്കി, അബ്രഹാം താഴ്ത്തി. ഇസ്ഹാക്ക് ഹോമയാഗമാകുവാൻ സമർപ്പിക്കപ്പെട്ടതുപോലെ അബ്രഹാം പിതാവും ഹോമയാഗമാക്കുവാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഹൃദയം, മനസ്സ്, ശരീരം മുഴുവനും ഇസ്ഹാക്കിനെ ആ ദൈവപിതാവിൻ്റെ കൽപ്പന പോലെ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി നോക്കൂ എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പൊ നോക്കൂ, അബ്രഹാം കത്തി എടുക്കും വരെ ഒരു ശബ്ദവും കേട്ടില്ല. ഒരു സ്തോത്രം ചെയ്തേ. നമ്മുടെയും പലരുടെയും പ്രശ്നം, കർത്താവ് എന്താ അങ്ങോട്ട് പ്രവർത്തിക്കാതെ, അതിൻ്റെ കറക്റ്റ് സമയമാകാതെ, നിന്റെ സമർപ്പണം സമ്പൂർണ്ണമാകാതെ, നിന്റെ അനുസരണം സമ്പൂർണ്ണമാകാതെ, നിന്റെ യാഗം സമ്പൂർണ്ണമാകാതെ ഒന്നും അവിടുന്ന് കിട്ടത്തില്ല. സ്തോത്രം. അടുത്ത ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണ്ണമായും റോമർ 12 പഠിപ്പിക്കുന്ന പോലെ ഒന്ന് സമർപ്പിച്ചാൽ ആ സമർപ്പണം കഴിയുമ്പോൾ ദൈവശബ്ദം വെളിപ്പെടും. സ്തോത്രം. അബ്രാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. ഇരമ്യാവിലാണെന്ന് എൻ്റെ വിശ്വാസം. എസ്കേലാണെങ്കിൽ ക്ഷമിക്കുക. ഇരമ്യാവിലോ എസ്കേലിലോ അത് ഐശിയാവിലെ കർത്താവ് പറയുന്നു, അത് മനുഷ്യ കുഞ്ഞുങ്ങളെ അർപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, അതെൻ്റെ ഹൃദയത്തിൽ പോലും വന്നിട്ടില്ല. ആ ദൈവമാണ് ഘടകവിരുദ്ധമായി അബ്രഹാമിനോട് കൊണ്ടുപോയി അർപ്പിക്കാൻ പറയുന്നത്. അവൻ തടയാതിരിക്കുമോ? അവൻ കരുതാതിരിക്കുമോ? അവൻ നിന്റെ കുഞ്ഞിനെ അർപ്പിക്കാൻ അനുവദിക്കുമോ? പിന്നെന്താ സംഭവം? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ നിന്റെ മകനായ ഇസ്ഹാക്ക് നിമിത്തം എനിക്ക് നിന്നോടുള്ള ബന്ധം ഇപ്പോൾ നീതായിട്ട് കുറച്ച് വെച്ചിരിക്കുക.
ചോദിക്കുകയാണ്, എന്താണ് നാം ദൈവമായുള്ള ബന്ധം കുറയാൻ കാരണം? പുതിയ ജോലിയാണോ, പുതിയ വീടാണോ, പുതിയ കാറാണോ, പുതിയൊരു കുഞ്ഞ് ലഭിച്ചതാണോ, പുതിയ വിവാഹമാണോ? എന്താ കാര്യം? അതിനെ ഹൃദയം കൊണ്ട് അർപ്പിക്കും വരെ നീ അടുത്ത നിയോഗം സ്വീകരിക്കത്തക്കവണ്ണം കാതിന് പരിച്ഛേദനയില്ലാത്തവനാണ്. നിനക്ക് അധിക ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, അടുത്ത നിയോഗം കേൾക്കണമെങ്കിൽ, ദൈവത്തെക്കാൾ ഉപരി നീ സ്നേഹിക്കുന്നതിനെ അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള ദൂതാണ്. എന്നാൽ ദൈവം തടഞ്ഞു. ദൈവം അബ്രഹാമേ ബാലിന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട്. നോക്കൂ, ആ വാക്യം ശ്രദ്ധിക്കൂ. തരുവാൻ മടി, അത് കൊടുത്തു, അർപ്പിച്ചു, യാഗം കഴിച്ചു. തരുവാൻ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു, നീ എന്നെ ഭയപ്പെടുന്നു, സ്വർഗീയ പിതാവിനെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. നോക്കൂ, ഇതാണ് അവിടുത്തെ സീന്. അബ്രഹാം മകനെ ദൈവകൽപ്പന പ്രകാരം ഹോമയാഗം കഴിക്കാൻ കൊണ്ടുപോയി. പക്ഷേ വിശ്വാസത്താൽ താൻ എല്ലാ കർമ്മവും ചെയ്തതിനാൽ ദൈവം അവന് ഒരു ആട്ടുകൊറ്റനെ അതിന് ഇസ്ഹാക്കിന് പകരമായിട്ട് കരുതി കൊടുത്തു. ഒരു ആട്ടുകൊറ്റൻ തൻ്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടു എന്നാണ് വയസ്സിലെ വാക്യം. ഇസ്ഹാക്കിന് പകരമായി ആ ആട്ടുകൊറ്റനെ അർപ്പിച്ചു, തിരികെ വന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ അർപ്പിച്ചോ? വിശ്വാസത്തിൽ അർപ്പിച്ചു. അബ്രഹാം ദൈവത്തിനെ അനുസരിച്ചോ? അനുസരിച്ചു. എന്നാൽ ലിറ്ററലി കഴുത്ത് കണ്ടിച്ചോ? ഇല്ല. അർപ്പിച്ചതിനെ ചാരത്തിൽ നിന്ന് തിരികെ പ്രാപിക്കുന്നത് പോലെ അബ്രഹാം യാഗപീഠത്തിൽ നിന്ന് തിരികെ പ്രാപിച്ച് പകരം ഒരു ആട്ടുകൊറ്റനെ അർപ്പിച്ചു മടങ്ങി വന്നു. നോക്കൂ, സ്വർഗത്തിലെ യഥാർത്ഥ പിതാവിനെ നോക്കൂ. ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പിതാവ് അർപ്പിച്ചില്ല. സ്വർഗത്തിലെ പിതാവ് തൻ്റെ ഏകജാതനായ, താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനാകുന്ന യേശു കർത്താവിനെ ഉലകസ്ഥാപനം മുമ്പേ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം അർപ്പിച്ചത് കൊണ്ടാണ് നാം രക്ഷ പ്രാപിച്ചത്. സ്തോത്രം. ആരാണ് വലിയവൻ? അബ്രഹാമിനേക്കാൾ യാഗം കഴിക്കുന്ന വിഷയത്തിൽ യഹോവയാം ദൈവം തന്നെയാണ് വലിയവൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രൂശീകരണം ഉലകസ്ഥാപനം മുമ്പേ അത് തത്വത്തിൽ നടന്നതാണ്, പദ്ധതിയിട്ടതാണ്. വീണുപോകുന്ന മാനവരാശിയെ തിരികെ എത്തിക്കുവാൻ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ചതിനെ, ഏറ്റവും അധികം സ്നേഹിക്കുന്നവനെ, തൻ്റെ ഏകജാതനെ, തനിക്കുണ്ടെന്ന് താൻ വിശ്വസിക്കുന്ന ഏക വ്യക്തിത്വത്തെ മാനവരാശിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അർപ്പിച്ചു. അതാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ 3:16 എഴുതിയത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മഹാദൈവം, പിതൃദൈവം ആ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ഇതേ ഉടമ്പടിയുടെ മറ്റൊരു മണ്ഡലം നമ്മൾ ഉൽപ്പത്തി 15 കാണുന്നുണ്ട്. ഉൽപ്പത്തി 15 അബ്രഹാമിനോട് ദൈവം ഉടമ്പടി എടുക്കുകയാണ്. പല ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്, 17 എന്നാൽ 15 ഉടമ്പടി ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു 15 വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. 15 മുതൽ. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. ഒരു 2-3 വാക്യം കൊണ്ട് പുറകോട്ട്. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന 400 വർഷം പ്രവാസികളായിരുന്ന അവരെ സേവിക്കും, ആയിരുന്ന ആ ദേശത്തെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, ഞാൻ ന്യായം വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഓക്കെ, അതിന്റെ തൊട്ട് മുമ്പ് അബ്രഹാം കാളകളെ അറുത്തു, അതിന് 2 ഭാഗമായി മാറ്റി അപ്രതിപ്രതം വെച്ചു എന്ന് പറഞ്ഞ വാക്യമുണ്ടല്ലോ, ഒന്ന് വായിച്ചാട്ടെ. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു.
ഇവയൊക്കെ അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവേ പിളർന്ന്, കർത്താവ് പറഞ്ഞ പോലെ ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ അബ്രഹാം ആട്ടിക്കളഞ്ഞു. ഇതാ സന്ധ്യ വരികയാണ്. സന്ധ്യായാഗത്തിന്റെ സമയമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു. ഭീതിയും ഒരു വലിയ ഇരുട്ടും അവന്റെ മേൽ വീണു. അപ്പോഴാണ് ഈ കാര്യമെല്ലാം പറയുന്നത്. നോക്കൂ, ശ്രദ്ധിക്കൂ. അപ്പൊ അത് കഴിഞ്ഞൊരു തീച്ചൂള ഭാഗങ്ങളുടെ നടുവെ പോയി എന്ന് പറഞ്ഞ വാക്യമുണ്ടല്ലോ. ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നു. വാസ്തവത്തിൽ ഇതാണ് ഉടമ്പടി നടക്കുന്നത്. ഈ കാളയെയും ആടുകളെയും ഒക്കെ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ നടുവെ ഒരു കാൽ ഒരു ഭാഗത്തും മറ്റൊരു കാൽ മറ്റൊരു ഭാഗത്തുമായി സ്പൈൻ ലെവലിൽ അതിനെ പിളർന്നേച്ച് രണ്ട് ഭാഗത്ത് ഉയർന്ന പീഠങ്ങളിൽ വെച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പരസ്പരം രണ്ട് പാർട്ടിയും പറയുന്ന ഒരു ഉടമ്പടിയാണിത്. ഇത് ആ കാലത്ത് നിയർ ഈസ്റ്റേൺ കൾച്ചറിലുണ്ടായിരുന്ന ഉടമ്പടികളിൽ ഏറ്റവും ഉയർന്ന ഒരു കോണ്ടാക്റ്റ്, ഒരു കരാറ്, ഒരു ഉടമ്പടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ പോകുന്നതിൻ്റെ അർത്ഥം ഭീതിജനകമാകുന്ന രക്തമൊലിക്കുന്ന കഷ്ണങ്ങൾ രണ്ടായി പിളർന്ന ഭാഗങ്ങളുള്ളതിൻ്റെ നടുവെ പോകുന്നതിൻ്റെ അർത്ഥം ഇതുപോലെ ഉടമ്പടി തെറ്റിയാൽ ദൈവം നിന്നെ കീറും, അല്ലെങ്കിൽ ഞാൻ നിന്നെ കീറും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാൽ വളരെ ഭീരുക്കളായ ആർക്കും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. വളരെ ധൈര്യമുള്ള ആൾക്കും ഉടമ്പടി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കുമേ കയറാൻ കഴിയത്തുള്ളൂ. ഈ ഉടമ്പടി ദൈവവും അബ്രഹാം തമ്മിലാണ്. ദൈവം നോക്കൂ വാക്കുമാറ്റാത്തവനാണ്. ദൈവത്തിനെല്ലാം സത്യമാണ്. എന്നാൽ അബ്രഹാം ബലഹീനനാണ്. അബ്രഹാമിന് ഒരിക്കലും ഈ ഉടമ്പടി എടുക്കാനോ പൂർത്തീകരിക്കാനോ കഴിയത്തില്ല. എന്ത് സംഭവിച്ചു? ഉടമ്പടിക്ക് തൊട്ട് മുമ്പായി അബ്രഹാമിന് ദൈവം ഒരു ഉറക്കം കൊടുത്തു. അബ്രഹാം, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. എന്നാൽ ദൈവം ഉടമ്പടി എടുത്തെന്ന് എഴുതിയിരിക്കുന്നു. അബ്രഹാം ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് ദൈവം ഉടമ്പടി? ഒരു പാർട്ടിക്ക് തന്നെ ഉടമ്പടി എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണേ. അവിടെ എഴുതിയിരിക്കുന്നു, ഇതാ പുകയുന്നൊരു തീച്ചൂള, മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു ഒരു തീപ്പന്തം. നോക്കൂ, രണ്ട് തീയെ അവിടെ കാണുകയാണ്. രണ്ട് തീ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ നടുവിൽ കൂടി പോയിട്ട് ഒരാൾ ദൈവത്തെ പ്രതിനിധീകരിച്ചും മറ്റൊരാൾ അബ്രഹാമിനെ പ്രതിനിധീകരിച്ചും ഉടമ്പടി എടുക്കുകയാണ്. അബ്രഹാം ഉറങ്ങുകയാണ് താനും. സ്തോത്രം 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 സ്തോത്രം. അന്ന് അവൻ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു എന്നാണ് നമ്മൾ 15 കാണുന്നത്. നോക്കൂ, ആരാണ്? പിതാവാം ദൈവം ദൈവത്തെ പ്രതിനിധീകരിച്ച് ആ തീച്ചൂളുടെ മധ്യേ പോകുമ്പോൾ പുത്രനാം ദൈവം അബ്രഹാമിനെയും മാനവരാശിയെയും പ്രതിനിധീകരിച്ച് ആ തീച്ചൂളയായി അതിൻ്റെ നടുവിൽ കിടി നടന്നുപോയി. പിതാവാം ദൈവം പുത്രന് തമ്മിൽ ദൈവം മനുഷ്യരെടുക്കേണ്ട ഒരു ഉടമ്പടി എടുത്തതായിട്ടാണ് കാണുന്നത്. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് ഈ ദൈവം ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. സ്തോത്രം. അതല്ലേ കുരിശിൽ നമ്മൾ കാണുന്നത്. നാം കുരിശിൽ കയറി മരിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിതനാകേണ്ട സ്ഥാനത്ത് അല്ല, നമ്മൾ പാപവിമുക്തമായി ജീവിച്ച് കുരിശിൽ മരിച്ച് അത് അടക്കപ്പെട്ട് ഉയർക്കേണ്ട സ്ഥാനത്ത് പിതാവാം ദൈവം നമ്മുടെ പ്രതിനിധിയായി തൻ്റെ ഏകജാതനായ പുത്രനെ കുരിശിൽ പ്രവേശിപ്പിച്ചു. പുത്രനും പിതാവും തമ്മിലുള്ള ഉടമ്പടിയിലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് പിതാവ് പറയുന്നത്? ഇവൻ പാപിയാണ്, ഇവൻ അധർമ്മിയാണ്, ഇവൻ അന്യായമുള്ളവനാണ്, ഇവന് മരണശിക്ഷ ഉണ്ടായേ പറ്റൂ. പുത്രൻ എന്താണ് പറയുന്നത്? ആ മരണശിക്ഷ അങ്ങ് അവനെ സ്നേഹിക്കുന്ന നിമിത്തം എൻ്റെ മേൽ തന്നേക്കൂ. അങ്ങയുടെ സ്നേഹം എനിക്കറിയാം. അവൻ അന്യായം ചെയ്തവനാണ്, അവൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. പക്ഷേ അവനു വേണ്ടി ഞാൻ ആ ശിക്ഷ അനുഭവിക്കാം. കുരിശിൽ യേശു കർത്താവ് പിതാവാം ദൈവവുമായി ഉടമ്പടി എടുത്തത് കൊണ്ടാണ് നാം ഈ വിമോചനം അനുഭവിക്കുന്നത്, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നു പകൽ പിതൃസ്നേഹത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിലെ ഒരു പിതാവിന് നൽകുവാൻ കഴിയാത്ത ഒരു സ്നേഹ നിയമത്താൽ, ഒരു സ്നേഹ ബന്ധത്താൽ നിന്നെ ബന്ധിച്ചത് സ്വർഗത്തിലെ പിതാവാണ്.
ഇന്ന് പകൽ നീ ജീവനോടെ ഇരിക്കുന്നത്, ഇന്ന് പകൽ നീ ശുദ്ധിയുള്ള ഹൃദയത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അബ്രഹാം പിതാവിനേക്കാൾ ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഭൂമിയിലെ ഏത് പിതാവിനേക്കാളും ശ്രേഷ്ഠൻ, എൻ്റെ പിതാവിനേക്കാൾ ശ്രേഷ്ഠൻ സ്വർഗത്തിലെ എൻ്റെ അപ്പൻ ഇതാ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പനെ കുറിച്ചുള്ള ഓർമ്മകളുമായി കണ്ണുകൾ അടച്ചെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് അല്പനേരം ആ പിതാവിനെ ആരാധിക്കാം. എത്ര നല്ല പിതാവ്, എത്ര നല്ല സ്നേഹിതനായി, എത്ര നല്ല അപ്പനായി നമുക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യാം.